ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ 3 പേര് ഒരുമിച്ചൊരു വീഡിയോ ഇടുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് തുടങ്ങിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്, ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. ഒത്തിരി നാളായി നമ്മൾ ഇവിടെ വന്നിട്ട്, ഏതോ 3-4 വർഷമായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഈവനിങ് വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു മാൾ ഓഫ് ട്രാവൻകൂറിൽ വരാമെന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അകത്തോട്ട് പോകാം. ഇവിടെ പോയാലും ഫോട്ടോഷൂട്ട് എടുക്കണമെന്നുള്ളത് നിർബന്ധമാണല്ലോ. സോ നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. അധികം ആൾക്കാരൊന്നും ഇല്ലല്ലേ. സോ വലിയ തിരക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഇവന്മാർ എവിടോട്ടാ പോകുന്നത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാ കേട്ടോ ഇവന്മാർ. ഇരുന്നിരുന്ന് എവിടാ ഇവർക്ക് 2 പേർക്ക് അത് കയറുന്ന ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. നമുക്ക് നോക്കാം എന്താവുന്നു. 2 പേർക്കും പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ രീതിയിലുള്ള പേടിയൊന്നും അല്ല. പേടിയില്ല, ഭയം മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാ നമ്മൾ പോകുന്നേ? എടി മാക്സില് ഓഫർ കിടക്കണം. സോ നമ്മൾ മാക്സിലോട്ടാണ് കേട്ടോ പോകുന്നത്. സത്യം പറ ഒന്നിൻ്റെ കയ്യിൽ 10 പൈസയല്ല, പക്ഷെ എന്നാലും എല്ലാ ഡ്രസ്സും പോയി നോക്കാന്നുള്ളതൊരു ശീലമായതുകൊണ്ട് നമ്മൾ നേരെ പോന്നു മാക്സ് കേട്ടോ. ഈ ടീഷർട്ടിന് 199 ഫ്ലാറ്റ്. അയ്യോ നൈസ് കേട്ടോ. ഇത്രയോ ഗൈസ്, എൻ്റെ കൂടെ വന്ന 2 അവളുമാരെ കാണുന്നില്ല. എവിടാ പോയെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. നമുക്കൊന്ന് തപ്പി നോക്കാം. ആക്ച്വലി നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ മാക്സിൽ. ആർക്കെങ്കിലും മാക്സിൽ ഇപ്പോൾ പോകണം, ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ മാക്സിലോട്ട് വിട്ടോ. എല്ലാ മാക്സിലും ഇതുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഷർട്ടിനും ഒക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട്. സോ നമുക്ക് അവൾമാരെ തപ്പാം കേട്ടോ. പക്ഷേ അവന്മാരിവിടെ അയച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോ ഐഡിയ. കിട്ടി. എത്ര അടി? ഇവക്ക് ഏത് പിള്ളേരുടെയാ? ഇവിടെ ഫ്ലാറ്റ് 99 ഓഫർ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം പിള്ളേരുടെയാണ്, പക്ഷെ 99 ആണ് ഇത് ഓഫർ. അത് കൊള്ളാം കേട്ടോ, നൈസ്, ഇഷ്ടപ്പെട്ടു. ഇതെത്ര? ഇതിന് ഓഫറല്ലേ? അതിനില്ല. അല്ലതോ അതായത് ആ സെക്ഷനിലേ അല്ലേ. പക്ഷെ അത് നൈസ്. അത് പക്ഷെ 13-14 വയസ്സുള്ള പിള്ളേരുടെയാണ്. യെല്ലോ ഉള്ള നൈസാണ്. പക്ഷെ അത് ഇതൊക്കെ നോക്കുന്ന കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മേടിക്കുമെന്ന്. ചായ എത്ര രൂപ കൊണ്ടാണ് നീ വന്നേ മാക്സിൽ? 5 പൈസ ഇവിടെ വരില്ല. എല്ലാ ഡ്രസ്സും പോയി നോക്കി എടുത്ത് സെറ്റാവുമ്പോൾ നോക്കുക, തിരിച്ചു വെക്കുക. പൊട്ടിച്ച് എന്തെടുത്ത് ചായ.
ചേരുന്നുണ്ട്. എത്ര അടി അതിന്? ഓഫറുണ്ട്. ആ റെഡ് ഇത് നോക്ക്. ഇല്ലല്ലേ, ഇതിന് ഓഫറില്ല. തേൻട്രി 440, 500 രൂപ. ഈ ജാക്കറ്റ് 1000 രൂപയാണ്. പക്ഷെ കൊള്ളാം, നല്ല ജാക്കറ്റ്. അത് ഒത്തിരി പേരിട്ടിട്ടുണ്ട്, അത് ഇഷ്ടം പോലെ. അങ്ങനെ നമ്മൾ മാക്സിൽ നിന്ന് ഒന്നും മേടിക്കാതെ ഇറങ്ങി നേരെ താഴോട്ട് വായി നോക്കി നിൽക്കാം. പക്ഷെ വലിയ തിരക്കില്ല കേട്ടോ, ഇവിടെ വലിയ തിരക്കില്ലല്ലേ. എടി കോംബോ അറ്റ് 99. ഇതോ കോംബോ. തോണ്ടേ ഇത് തോണ്ടേ. ആ എസ്കലേറ്ററിൻ്റെ എവിടെ നോക്ക്. യെസ്, ബാ ഇനി അടുത്ത നമുക്ക് ട്രെൻഡ്സിൽ പോവാം. അവിടെ ഓഫർ ഉണ്ടെന്ന് കേട്ട്. കിട്ടിയോ? പക്ഷെ അതിൻ്റെ നെക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, റൗണ്ട് നെക്ക്. ഇൻസേർട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ കിട്ടില്ലായിരിക്കും കേട്ടോ. പോയാലും 2 എണ്ണത്തിന് ഒരു 5 മിനിറ്റ് നിന്നും നടന്നും കഴിഞ്ഞാൽ ക്ഷീണവാ. വയ്യാത്തതുണ്ട്. 10-30 വയസ്സായില്ലേ, അപ്പോൾ പിന്നെ അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട്. കണ്ടാൽ തോന്നത്തില്ലെങ്കിലും ഒരു എത്ര വർഷം കഴിയുമ്പോൾ, ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ആവും. ട്രെൻഡ്സും കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങോട്ട്? അടുത്ത സ്ഥലത്ത് 2 എണ്ണത്തിന് നടക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തോണ്ട്. ഇനി അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. വാ എന്തോന്നാ? നമ്മൾ എന്തൊക്കെ മേടിച്ച്? യെസ്, 3 ബർഗർ ഒരു കോളയാണ് മേടിച്ചത്. ചോദിക്കല്ല, തരുന്നില്ല. കടയിൽ കയറി ഇവിടുമാരെയൊക്കെ ഒരു തരത്തിലുള്ളതല്ല. ഏത് കട കണ്ടാലും ഇത് അവള് പറഞ്ഞല്ലേ, നമുക്കൊരു മാരേജ് വരുന്നുണ്ടോ, അതിനു വേണ്ടി നമുക്കൊരു സൺഗ്ലാസ് എടുക്കണമെന്ന്. എത്ര അടി കൊടുത്തിട്ടില്ലേ? 200 ഏതാ? ആ പക്ഷെ അവിടെ പോയി. അത് അവൾ അന്നേരം അത് ഇത് മേടിച്ചായിരുന്നു.
അത് ഇത് മീഷോ അങ്ങോട്ട് മേടിച്ചേ. എല്ലാ കളക്ഷനില്ല. ബാഗ് കേട്ടോ, നല്ല രസമുണ്ട്. ക്യൂട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1200 കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. കഴിഞ്ഞില്ല. നമ്മളിവിടെ ഉള്ള എല്ലാം മണപ്പിക്കും കേട്ടോ. മണപ്പത്തിൽ വെക്കണേ ഇല്ല, കയ്യിൽ കൊടുക്കാൻ അവിടെ. സോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവൾ ഇതുവരെ വന്നില്ല. അവൾ നമ്മളെ അന്വേഷിച്ചോടെ നിൽക്കട്ടെ. നമ്മൾ നേരെ പോകാൻ പോകുന്നത് രാമേന്ദ്രനിലോട്ടാണ്. ലെറ്റ്സ് ഗോ. നേരെ ഇങ്ങ് വരാൻ പറ. എന്ത് ഇതോണ്ടതാ, നേരെ ഇങ്ങ് പോരാൻ പറ. പോരെ. വാ. എടുക്ക ചായ. കണ്ണാടി കാണുമ്പോൾ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ഓടിച്ച് ചമ്മിയല്ല ഇവിടെ നിൽക്കും മോനെ. ഞാൻ ഇടും. ഞാൻ കുഴപ്പമില്ല. സ്റ്റുഡിയോ നമ്മളെ ഓടിച്ച് കഴിച്ച് നമ്മൾ സ്റ്റുഡിയോക്കകത്ത് വീഡിയോ എടുത്തപ്പോൾ അവർ വന്ന് നമ്മളെ ഓടിച്ച് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത നേണ്ട ഓടുന്നു രാമചന്ദ്രനിലോട്ട് അടുത്തോട്ടം. അടുത്ത രാമചന്ദ്രൻ. ഇല്ല, ഇവിടെ ഇല്ല. അടുത്തിരിക്കാൻ പോവായിരിക്കുന്നു. വയ്യായിരിക്കും. 5 മിനിറ്റ് നടക്കാൻ പറ്റത്തില്ല. അത് കൊള്ളാം പക്ഷെ നല്ല ചെരുപ്പ്. ഇതും കൊള്ളാം. കൊള്ളാം. അങ്ങനെ മാൾ ഓഫ് ട്രാവൻകൂറിലെ എല്ലാ നിരക്കവും കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. ഇനി ബാക്ക് ടു ഹോസ്റ്റൽ. വയ്യ, മടുത്ത് നടന്ന് മടുത്ത്. അതെ, ഏറ്റവും കൂടുതൽ ഇരുന്നത് ആരാണ്? നൈസ് ഒരു ഫൗണ്ടൻ കേട്ടോ. നല്ല രസമുണ്ട് ഈ ഫൗണ്ടൻ കാണാൻ. സോ നമ്മൾ പുറത്തിറങ്ങുന്നു. എന്താ രണ്ടും കൂടി? ഇനി നമ്മൾ ഇവിടുന്ന് നടക്കുകയാണ് അല്ലേ? ഇനി നമ്മൾ എങ്ങോട്ടാ അച്ഛനും നടക്കണ്ടേ? യെസ്. നമ്മുടെ നടത്തം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി നടന്ന് വേണം നമ്മൾ ഹോസ്റ്റലിൽ എത്താൻ. പക്ഷെ നല്ല വൈബാണ്. എത്തിയപ്പോഴേക്കും നടക്കാൻ വയ്യ.
അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത്. ഫോട്ടോ നോക്കിയിരിക്കുന്ന ചായ്. അയ്യോ വയ്യ. നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒട്ടും വയ്യ നടക്കാൻ. നമ്മളിപ്പോൾ പേട്ട എത്തിയതേ ഉള്ളൂ. ഇനി നമ്മൾ എവിടം വരെ പോകണം? നമ്മുടെ സ്ഥലം വരെ മഞ്ചൂർ വരെ നമ്മൾ നടക്കണം. അതിന് വയ്യാത്തതുകൊണ്ടാണ് നമ്മളിപ്പം ക്ഷീണിച്ച് ATM-ൻ്റെ ഫ്രണ്ടിലിരിക്കുക. ഊബർ ബുക്ക് ചെയ്ത്. ഊബർ വരും. നമുക്ക് ഊബറിനകത്ത് കയറി പോവാം. അല്ലെങ്കിൽ നമ്മൾ നടന്ന് അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും 10 മണിയാവും. എന്ത് ചെയ്യാൻ? ഇപ്പം ഫോട്ടോ വരട്ടെ. ഫൈനലി നമ്മുടെ റൂമിലെത്താറായി. 2 പേർക്കും നടക്കാൻ വയ്യ, ആർക്കും വയ്യ. സോ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ബൈ ബൈ. ബൈ ബൈ. ബൈ.